ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബീനാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചില്ലി ഫിഷാണ്. ചൂര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പ്, പിന്നെ അതിലോട്ട് വെള്ളം ഒഴിച്ച് അത് മിക്സാക്കി എടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ ചൂര മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഒരു അരമണിക്കൂർ എന്തായാലും അത് വെക്കണേ. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇത് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഉലുവ, കടുക്, പിന്നെ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ വഴറ്റി അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ലപോലെ വറുത്ത് ആ കളറൊക്കെ മാറി വരുന്ന ആ സമയത്ത് നമുക്കതിലോട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കതിലോട്ട് തക്കാളി അതിട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഇത് കളറൊക്കെ മാറി വരുന്ന ആ സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി ചേർക്കാം. ഇവിടെ നാടൻ മസാലയാണത്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ മസാല അതെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ആ മസാലയുടെയൊക്കെ ആ പച്ചമണം അങ്ങ് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇനി അതൊക്കെ മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് അത് ആ മസാലയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇത് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇനി ലാസ്റ്റിൽ നമുക്കിതിലോട്ട് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട്. ചൂര മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.